യൂറോപ്പ കപ്പ് ഫൈനലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോൽക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ, ഒന്ന് ചാമ്പ്യൻസ് ലീഗിലേക്ക് എന്നുള്ള അവരുടെ അടുത്ത സീസണിൽ നിന്ന് അവർ പുറത്താവുന്നത്, പിന്നെ രണ്ടാമത്തത് വമ്പിച്ച ധനനഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത്, പിന്നെ റൂബൻ അമോറിമിന്റെ ഭാവി. ഇതാണ് വിജയത്തിനേക്കാളും തോൽവി കൊണ്ട് സംസാരിക്കാനുണ്ടാവുന്ന വിഷയങ്ങൾ. ദിലീപിന് എങ്ങനെയാ തോന്നുന്നു? അല്ല, ഇത് ഞാൻ ഇന്നലെ ക്ലബിനോട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളോട് കളിക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഫെബ്രുവരി തൊട്ട് അവർ പറയുന്നത് ലീഗിൽ എന്ത് സംഭവിച്ചാലും ആയിക്കോട്ടെ, പക്ഷെ ഇത് ജയിക്കാതെ ഒരു നിവൃത്തിയില്ല. യൂറോപ്പ ലീഗ്, ചാമ്പ്യൻസ് ലീഗ് മിസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഫൈനാൻഷ്യലായിട്ടുള്ള നഷ്ടം ഇപ്പോഴത്തെ സ്ഥിതിയിൽ ക്ലബിന് താങ്ങാൻ പറ്റില്ല എന്നാണ് ആ സോഴ്സ് എന്നോട് പറഞ്ഞത്. അതിന് കാരണം എന്താ വെച്ചാൽ, ഇപ്പം ഈ ചാമ്പ്യൻസ് ലീഗിൻ്റെ കയറാതിരിക്കണതിൻ്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇന്നലെ ടോട്ടനം ഹോട്ട്സ്പർ യൂറോപ്പ ലീഗ് ജയിച്ചതിന് ആകെപ്പാടെ അവർക്ക് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു 3.5 കോടി പൗണ്ടാണ്. ചാമ്പ്യൻസ് ലീഗ് ഈ സീസൺ 16ന്റെ റൗണ്ടിൽ ഔട്ടായ ഫ്രാൻസിന്റെ ലീലിന് അതിന്റെ 2 ഇരട്ടി പൈസ കിട്ടി. അതാണ്. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പോലത്തെ ഒരു ക്ലബിന് ഇപ്പോഴും സ്പോൺസേഴ്സ് പ്രീമിയം പൈസയാണ് കൊടുക്കണം. ഒരു ഷർട്ട് സ്പോൺസറായ അഡിഡാസ് റിയൽ മെഡ്രിഡിനൊക്കെ കൊടുക്കണം അതേ പൈസ ഇപ്പോഴും യുണൈറ്റഡിന് കൊടുക്കുന്നുണ്ട്. അടുത്ത സീസൺ ഇനിയിപ്പോൾ 1 കോടി പൗണ്ട് തിരിച്ചു കൊടുക്കണം അഡിഡാസിന്, ഇതിൽ ക്വാളിഫൈ ചെയ്യാത്തത് കാരണം. അപ്പം അങ്ങനെ പല ലെവലിലുള്ള നഷ്ടങ്ങളുണ്ട് സ്പോൺസേഴ്സിന്റെ ഭാഗത്തുനിന്ന്, പിന്നെ ഇത് കളിക്കാൻ പറ്റാത്തതെന്ന്. ഈ റൂബൻ അമോറിമിന്റെ അവസ്ഥ എന്തായിരിക്കും? കാരണം ഒരു നല്ല ഫ്യൂച്ചർ ആയിരിക്കില്ല എന്നുള്ള രീതിയിൽ ക്രിറ്റിസം വരുന്നുണ്ട്. അല്ല, റൂബൻ അമോറിമിന്റെ കുറെ പേർക്ക് കുറ്റം പറയാൻ മടിയുണ്ട്. എന്താ വെച്ചാൽ ഒരു സീസൺ 2-3 മാസം കഴിഞ്ഞ് വന്നൊരു കോച്ചാണ്. അദ്ദേഹത്തിന്റെ കളിക്കാരല്ല ഇത്, വേറെ ഒരു കോച്ച്, വേറെ 2-3 കോച്ചുമാരായിട്ട് കൊണ്ടുവന്ന കളിക്കാരാണ്. പക്ഷെ എന്നാലും ഈ പ്രദർശനം വളരെ ദയനീയമാണ്. ഇപ്പൊ ഒരു സീസണിന്റെ നടുക്കാണ് യർഗൻ ക്ലോപ്പ് ലിവർപൂളിൽ വന്നത്. ക്ലോപ്പ് പക്ഷെ 30 മാച്ചിൽ നിന്ന് 48 പോയിന്റ് നേടി ആ സീസൺ. അത് കൂടാതെ ഇതേപോലെ യൂറോപ്പ ലീഗ് ഫൈനലും എത്തി, ഒരു ലീഗ് കപ്പ് ഫൈനലും എത്തി. അപ്പൊ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടെന്ന് ആൾക്കാർക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇതിപ്പോ 18 ലീഗ് മാച്ചാണ് തോറ്റിട്ടുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സീസൺ. ഓൾഡ് ട്രാഫോർഡിൽ അവരുടെ ഹോം ഗ്രൗണ്ടിൽ 18 ഹോം ഗെയിമിൽ 6 ജയിച്ചിട്ടുള്ളൂ. 37 കളിയിൽ 42 ഗോളേ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു വിധത്തിലും ക്ലബ്ബ് മുന്നോട്ട് പോയിട്ടുണ്ടെന്നും ആർക്കും പറയാൻ പറ്റില്ല. എന്ത് രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്? ഇപ്പോൾ ഒരു വലിയ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ അവർക്ക് പരാജയം അനുവദിച്ചിട്ടില്ല. അത് ഞാൻ എന്താന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ക്ലബ്ബ് എടുക്കുക, റിയൽ മെഡ്രിഡ്. അത് ആർക്കും ചർച്ചയ്ക്കുള്ള വിഷയം കൂടി അല്ല. റിയൽ മെഡ്രിഡ് എപ്പോഴാണ് അവസാനം ലാ ലീഗയിൽ ആദ്യത്തെ 10 പുറത്ത് ഫിനിഷ് ചെയ്തത്? നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് 1947-48 സീസണിലാണ് അവർ 10 ഫിനിഷ് ചെയ്യുന്നത്. ബാഴ്സലോണ അവരുടെ ഏറ്റവും വലിയ എതിരാളികൾ 1942 ശേഷം ഒരൊറ്റ തവണയും കൂടി ആദ്യത്തെ 6 പുറത്ത് ഫിനിഷ് ചെയ്തിട്ടില്ല സ്പെയിനിൽ. ഇംഗ്ലണ്ടിൽ വന്നു കഴിഞ്ഞാൽ ലിവർപൂൾ 1962 ബിൽ ഷാങ്ക്ലി 2ാം ഡിവിഷൻ നരകത്തുനിന്ന് ഫസ്റ്റ് ഡിവിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ലിവർപൂൾ. അത് കഴിഞ്ഞിട്ടുള്ള 63 സീസണിൽ അവരുടെ ഏറ്റവും മോശം പ്രദർശനം 4 തവണ 8ാം സ്ഥാനമാണ്. ബയൺ മ്യൂണിക്ക് കഴിഞ്ഞ 30 കൊല്ലത്തിൽ 1 തവണയാണ് ജർമ്മനിയിൽ 3-ലപ്പുറം 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഒരു ബിഗ് ക്ലബ് എന്ന് പറഞ്ഞാൽ. അത് അവരുടെ പരാജയം എന്ന് പറഞ്ഞാൽ 4, 5, 6 ഫിനിഷ് ചെയ്യണം. അല്ലാതെ ഒരിക്കലും ഒരു ബിഗ് ക്ലബ്ബ് 16ാം പൊസിഷനിലാവാൻ പാടില്ല. അതൊരു എങ്ങനെ നോക്കിയാലും അതൊരു ക്രൈമാണ് ശരിക്കും. അതിന് ഉത്തരവാദികളായിട്ടുള്ള ഉടമകളായാലും ആ തീരുമാനങ്ങൾ എടുക്കാൻ ആരാണെങ്കിലും എന്തെങ്കിലും ഉൾപ്പുണ്ടെങ്കിൽ അവർ നാളെ സ്ഥലം വിട്ടു പോകും. ഇന്നലത്തെ കളി എടുത്തു നോക്കുകയാണെങ്കിൽ നല്ല ബ്രണ്ടൻ ജോൺസന്റെ ഒരു ഫസ്റ്റ് ഹാഫിൽ അവസാന നിമിഷം ഉണ്ടായ ഒരു ഗോളാണ് ജയത്തിലേക്ക് കൊണ്ടുവന്നത് അവരെ. പക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് എന്താണ് പറ്റിയത്? കാരണം എതിർ ടീം കംപ്ലീറ്റ് ഡിഫൻസിൽ കളിക്കുകയായിരുന്നു. അവർക്കൊരു തവണ പോലും ഒരിക്കലും ആധിപത്യം ഉണ്ടായിട്ടില്ല കളിയിൽ. അത് എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ആമറിമും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഞെട്ടിപ്പോയി തോന്നുന്നു ഇവർ കളിച്ചത് കണ്ടിട്ട്. എന്താ വെച്ചാൽ ഈ ആഞ്ചി പോസ്റ്റ്കോഗ്ലുവിന്റെ ടോട്ടനം ഹോട്ട്സ്പർ ഈ സീസൺ മുഴുവൻ വളരെ ഓപ്പൺ ആയിട്ട് എന്ന് പറഞ്ഞാൽ ആർക്കും അവരുടെ എതിരെ ഗോൾ അടിക്കാൻ പറ്റുന്നുള്ള പോലത്തെ അത്രയും ഓപ്പൺ ആയിട്ടുള്ള ഒരു ടീം. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്,
പോസ്റ്റക്കോഗ്ലു ആമറിമിനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ടാക്ടിക്സ് ഞാൻ മാറ്റില്ല എന്നുള്ള വാശിയാണ്. ഞാൻ എൻ്റെ ടീം എനിക്ക് കളിക്കേണ്ട പോലെ തന്നെ കളിക്കും. അപ്പൊ പലപ്പോഴും 10ഉം 15ഉം കളിക്കാരൊന്നും ഇല്ല പരിക്ക് കാരണം. അപ്പൊ എന്നിട്ടും പക്ഷെ ഞങ്ങൾ ബാക്കിൽ നിന്ന് പാസ് ചെയ്ത് ഹൈ ലൈൻ കളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പല കളിയിലും ഇപ്പൊ ലിവർപൂളിനെതിരെയുള്ള 2 ലീഗ് മാച്ച് 6-3, 5-1 തോറ്റത് ടോട്ടനം ഹോട്ട്സ്പർ. അത്രയും ഓപ്പൺ ആയിരുന്നു. ആ 6-3 കളിയിൽ ശരിക്കും ഒരു 60 മിനിറ്റ് കഴിഞ്ഞ് ലിവർപൂൾ സ്വിച്ച് ഓഫ് ആക്കിയതാണ്, അല്ലെങ്കിൽ 10 ഗോള് കയറായിരുന്നു. അത്ര ഓപ്പൺ ആയിരുന്നു. ഇന്നലെ പക്ഷെ എനിക്ക് തോന്നുന്നു ഫൈനൽ ആയതുകൊണ്ടാണോ എന്നറിയില്ല, പെട്ടെന്ന് തീരുമാനിച്ചു അങ്ങനെ കളിച്ചാല് ഞങ്ങൾ തോൽക്കും. അത് കാരണം 3 വളരെ ഡിഫെൻസീവ് ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സിനെ വെച്ചിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഏറ്റവും വലിയ ത്രെറ്റ് ആരാ? ബ്രൂണോ ഫെർണാണ്ടസിന് ഫസ്റ്റ് ഹാഫിൽ 11 പാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഈ 3 ആൾക്കാർ ഒരു ഷീൽഡ് പോലെ നിന്നത് കാരണം. അത് എനിക്ക് തോന്നുന്നില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രതീക്ഷ ഉണ്ടാവാ പണ്ടത്തെ പോലത്തെ ടോട്ടനം വളരെ ഓപ്പൺ ആയിരിക്കും, നമുക്ക് എല്ലാ ഭാഗത്തുനിന്നും അറ്റാക്ക് ചെയ്ത് ഗോൾ അടിക്കുക. അതിന് പകരം രണ്ടാം പകുതി ടോട്ടനം ബോക്സിന് അപ്പുറത്തന്നെ പോയിട്ടില്ല. ശരിക്കും 2 ബ്രേക്ക് ആയിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ ആകെ അവസാനത്തെ 45 മിനിറ്റിൽ. മറ്റേത് മുഴുവൻ യുണൈറ്റഡ് ബോക്സിലേക്ക് ക്രോസ് ഇടാൻ നോക്കുക, ത്രൂ ബോൾ കൊടുക്കാൻ നോക്കുക. പിന്നെ 2 നല്ല സേവും ഒരു വണ്ടർ ക്ലിയറൻസും ഗോൾ ലൈനിൽ നിന്നുണ്ടായിരുന്നു മറ്റേ മിക്കി വാൻഡവന്റെ. അത് കുറച്ച് ഭാഗ്യവും വേണം ഒരു ഫൈനൽ ജയിക്കാൻ. ആ കളിക്കകത്ത് ഒരു പൊസിഷനൊക്കെ വളരെ കുറവാണ്, 22% അവരുടെ കയ്യിലുള്ളൂ. അപ്പോൾ അത് മാത്രമല്ല പാസിങ്ങിലൊക്കെ തന്നെ അവർ വളരെ കുറച്ചാണ്, അവർ ഡോമിനൻസ് ഇല്ല എന്ന് പറയാം. പക്ഷെ അവർ ഏത് സ്റ്റൈലാണ് അവരെടുത്തത്? ശരിക്കും പറയാ ഒരു സ്റ്റൈലുണ്ടായിരുന്നു. അതാണ് എന്നെ ഏറ്റവും ഞെട്ടിച്ച ഒരു കാര്യം. അതാണ് ഇപ്പൊ ഈ ടോട്ടനം ഹോട്ട്സ്പർ എന്നുള്ള ക്ലബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഒരു യൂറോപ്യൻ ട്രോഫി നേടിയ ഇംഗ്ലീഷ് ടീമാണ് 1963. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ലിവർപൂളിനും ഒക്കെ മുമ്പ് കപ്പ് വിന്നേഴ്സ് കപ്പ് എന്ന് പറഞ്ഞൊരു ട്രോഫി അത്ലറ്റിക്കോ മെഡ്രിഡിനെ തോൽപ്പിച്ചിട്ട് ആ ഫൈനൽ അവർ 5-1 ജയിച്ചത്. അപ്പൊ ആ കാലത്ത് തന്നെ വളരെ അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു ടീമാണ്. അത് പറഞ്ഞിട്ടാണ് ഇവര് ഹോസെ മൊറീനിയോ, ആന്റോണിയോ കോണ്ടെ ഇങ്ങനത്തെ വമ്പൻ കോച്ചുമാരെ ഒഴിവാക്കാൻ കാരണം ഫാൻസിന് അവരുടെ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന ശൈലി അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് കുറച്ചും കൂടി സ്റ്റൈല് വേണം, പൊസിഷൻ വേണം, മറ്റേ സ്കിൽസ് വേണം, അങ്ങനത്തെ ഒരു കോച്ചാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റക്കോഗ്ലു വരുന്നത്. അപ്പം ഇന്നലെ പക്ഷെ ഫൈനലിൽ ഈ പണ്ടത്തെ ടീമുകളിൽ ആണെങ്കിൽ ഇപ്പം ലൂക്ക മോഡ്രിച്ച്, ഇപ്പം റിയൽ മെഡ്രിഡിന് കളിക്കുന്ന മോഡ്രിച്ച്, ഗാരത്ത് ബേൽ ഇപ്പം റിട്ടയർ ചെയ്തു, ഹാരി കെയ്ൻ, ഇവരൊക്കെ കളിച്ചിരുന്ന സ്പേഴ്സ് ടീമിന് ഒരു ട്രോഫി നേടാൻ പറ്റിയിട്ടില്ല. ഇന്നലെ ഗോൾ അടിച്ച് ബ്രെന്നൻ ജോൺസിനെ സ്വന്തം സപ്പോർട്ടേഴ്സ് തെറി പറഞ്ഞിട്ട് അദ്ദേഹം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒക്കെ ഡീആക്ടിവേറ്റ് ചെയ്തത് കഴിഞ്ഞ സെപ്റ്റംബറിൽ. അതേപോലെ പോസ്റ്റക്കോഗ്ലു ആർസണലിനോട് തോറ്റതിന് ശേഷം പറഞ്ഞു ഞാൻ എൻ്റെ 2ാം കൊല്ലം എന്തായാലും ഒരു ട്രോഫി ജയിക്കാറുണ്ട്, അത് ഇവിടെയും ജയിക്കുന്നു. അതിനുശേഷം നിരന്തരമായിട്ട് പോസ്റ്റക്കോഗ്ലുവിനെ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയ അവിടെ ഒരു അഹങ്കാരമുണ്ട്. ഈ യൂറോപ്പിൽ നിന്ന് പുറത്ത് വരുന്ന ഒരാൾക്ക് എങ്ങനെ ഈ ജോലി ചെയ്യാൻ പറ്റുന്നത്? ഓസ്ട്രേലിയൻ ഗ്രീക്കാണ് പോസ്റ്റക്കോഗ്ലു. അപ്പൊ ആ ഒരു അഹങ്കാരത്തോടു കൂടി കുറെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഇയാളെ കൊണ്ട് ഇത് പറ്റില്ല, ഇയാൾ എന്ത് കണ്ടിട്ടാണ് പറഞ്ഞ ഞാൻ 2ാം സീസൺ എന്തായാലും ജയിക്കുന്നു. പക്ഷെ മൊറീനിയോനും കോണ്ടേക്കും ഹാരി കെയ്ൻ ഇവർക്ക് ആർക്കും പറ്റാത്തത് പോസ്റ്റക്കോഗ്ലുവിനും ബ്രെന്നൻ ജോൺസണും ചെയ്യാൻ പറ്റി. ഇപ്പോഴത്തെ ഒരു പുതിയ ചാമ്പ്യൻസ് ലീഗിന്റെ സെറ്റപ്പ് അനുസരിച്ച് 36 ടീമാണ്. അതിൽ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ഇതിൽ നിന്നും 6 ടീമുകൾക്ക് കടക്കാൻ പറ്റും. അപ്പൊ ഒരു പ്രൊജക്റ്റഡ് ഇംഗ്ലീഷ് ക്വാളിഫയേഴ്സ് എന്നുള്ളത് എങ്ങനെയായിരിക്കും ദിലീപിന്റെ ഒരു വിലയിരുത്തൽ? ഇപ്പൊ 3 പേര് ഇപ്പൊ ഉറപ്പായി. ലീഗിന്ന് ലിവർപൂൾ, ആർസണൽ കയറി. ഇപ്പൊ ടോട്ടനം ഹോട്ട്സ്പർ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്ഥിതി എന്തായിരിക്കും? സിറ്റിക്ക് ഒരു ഡ്രോ വേണം ഞായറാഴ്ച ഫുള്ളമായിട്ട്. അത് അത്ര എളുപ്പമായിരിക്കില്ല. ഫുള്ളം ഏപ്രിലില് ലിവർപൂളിനെ തോൽപ്പിച്ച ടീം. അവര് നല്ല ടീമാണ്, നല്ല കോച്ചുള്ള ഒരു ടീമാണ്. പിന്നെ നല്ല സാധ്യതയുള്ളത് ഒരു ടീം ന്യൂകാസിൽ യുണൈറ്റഡ് ആണ്. അവർക്ക് ഹോം ഗെയിമാണ് എവർട്ടനായിട്ട്. അവർ നല്ല ഹോം റെക്കോർഡുള്ള ടീമാണ്. പിന്നെ ഏറ്റവും വലിയൊരു കളി ചെൽസിയും നോട്ടിംഗ്ഹാം ഫോറസ്റ്റും ആയിട്ടുള്ള കളിയാണ്. അത് ജയിക്കുന്ന ടീം ചിലപ്പോൾ കയറും. ചെൽസിക്കും ഇതേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അതേ സ്ഥിതിയാണ്. 2ാമത്തെ കൊല്ലം അടുപ്പിച്ച് ചാമ്പ്യൻസ് ലീഗ് കയറാൻ പറ്റിയില്ലെങ്കിൽ
വൻ നഷ്ടങ്ങളായിരിക്കും. ചിലപ്പോൾ കളിക്കാരെ ഒഴിവാക്കേണ്ടി വരും, പുതിയ കളിക്കാരെ വാങ്ങാൻ പറ്റില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും വരും. പിന്നെ എൻ്റെ ഒരു ഡാർക്ക് ഹോഴ്സ് ആയിട്ടുള്ളത് ആസ്റ്റൺ വില്ലയാണ്. അവർക്ക് ഇനിയിപ്പോൾ പോകേണ്ടത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കളിക്കാനാണ് ഓൾഡ് ട്രാഫോർഡിൽ. അത് ഈ യുണൈറ്റഡ് എന്ത് ഷേപ്പിലായിരിക്കും അന്നെന്ന് ആർക്കും അറിയില്ല. വില്ല ആണെങ്കിൽ ഇപ്പം നല്ല ഫോമിലുമാണ്. കഴിഞ്ഞ 5 മാച്ചിൽ 4 ജയിച്ചത്.